ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. മുടിച്ചിടലാമാ മുടിച്ചിടല. ആദ്യം തന്നെ നമുക്ക് കമ്മിറ്റി ടീമിലാണ് പിടിച്ചാലോ? കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, അവിടെ തുടങ്ങാം. അതായത് ഇവർ 7ന്റെ പണി എന്നുള്ള ടാഗ് ലൈനാണ് ഈ ഒരു സീസൺ കൊണ്ടുവരുന്നത്. നല്ല ടാഗ് ലൈനാണ്, അടിപൊളി. പക്ഷേ ആ ഒരു പണി എന്ന് വെച്ചിട്ടുള്ള രീതിയിലാണ് ഓരോ പ്രൊമോയും ഇവർ പുറത്തുവിടുന്നത്. ഇതിൽ ലാസ്റ്റ് വന്ന, അതായത് ഒരു കുപ്പി അടിച്ചു പൊട്ടിച്ചിട്ടുള്ള ഒരു പ്രൊമോ ഉണ്ടായിരുന്നു. കമ്മിറ്റി ടീമിനോട് പറഞ്ഞത് ഈ കുപ്പിയിൽ വെള്ളം നിറക്കുക, അങ്ങനെയുള്ള ഒരു കോപ്പിലെ ഗെയിമുകൾ കൊടുത്തു കഴിഞ്ഞാൽ പണി വാങ്ങും എന്നുള്ള രീതിയിൽ. അതൊക്കെ അംഗീകരിക്കുന്നു. അത് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്, വളരെ നല്ല രീതിയിലുള്ള കൊടുക്കുക എന്നുള്ളത്. പിന്നെ മാത്രമല്ല, പഴയ സാധനം വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതും കൂടി അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, പക്ഷെ കണ്ടസ്റ്റൻസിൻ്റെ പല സംഗതികൾ ഇപ്പോൾ ആദ്യ പ്രൊമോയിൽ ലാലേട്ടൻ വന്നിട്ട് കുണുവാവ് കളിക്കോ, അല്ലെങ്കിൽ മറ്റേ എന്തൊക്കെയായിരുന്നു, വിക്ടിം കാർഡ്, പിന്നെ വാഴ അതിലുണ്ടായിരുന്നു, പിന്നെ പതപ്പിക്കല്, അതിൽ പാസ് ഉണ്ടായിരുന്നില്ല, ഒളിക്കൽ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ പിടിക്കേണ്ട സാധനമാണ്. പക്ഷേ അതായത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റാണ്, ഇത് പാടില്ലല്ലോ എന്ന് നമുക്കറിയാം, പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും, അതേപോലെ കമ്മിറ്റി ടീമിന് അറിയാൻ പറ്റും. അപ്പോൾ അവരെ പിടിക്കുക എന്നുള്ളത് ഓക്കെ, അതിന് കഴിയും. എന്നാൽ മറ്റ് പ്രൊമോസിൽ, അതായത് ഇപ്പോൾ സൗഹൃദം, അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെ നമുക്ക് പിടിക്കാൻ പറ്റുമോ? ഇതൊരു തെറ്റായിട്ട് ഇതിൽ പാടില്ല എന്ന് പറഞ്ഞ് പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സംഭവങ്ങൾ അവിടെ കളിക്കും. അതെ, ഇപ്പൊ ഈ പാസമാണെങ്കിലും എന്താണ് പലതും അവിടെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അപ്പൊ പൊളിച്ചടുക്കുക എന്നുള്ളതല്ലേ കമ്മിറ്റിക്കാർ ചെയ്യണ സാധനം. അല്ലാതെ ഇത് തുടങ്ങുമ്പോൾ അതിൽ ഇതില്ല, ഇത് പാടില്ല എന്നുള്ള രീതിയിലാണ് ഇത് കൊടുക്കേണ്ടത്. അതെ, ഇതൊരു ചോദ്യമാണ്. അതായത് ഇതിലിപ്പോൾ ഒരു പരിപാടി, ഇപ്പോൾ ബിഗ് ബോസിൻ്റെ മൊത്തം സീസൺ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ പരിപാടികളും, അതായത് വമ്പൻ ഹിറ്റായ ഇപ്പോൾ പ്രണയമൊക്കെ ഇതിൽ വേണ്ട എന്നുള്ളതാണോ നിങ്ങൾ ഇവർ ഉദ്ദേശിക്കുന്നത്? പ്രണയം, ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ഒരു എന്താ പറയാ, ചില ടീമാവുക, അല്ലെങ്കിൽ സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു പെങ്ങൾ പാസം, ഈ രീതിയിൽ വരിക, ഇതൊക്കെ ഓരോ ബന്ധങ്ങളാവുക എന്നുള്ളത് മസ്റ്റല്ലേ. ഇത് എന്തോ ഓട്ടത്തിന് കറക്റ്റ് കൊണ്ടുപോയി നിർത്തുന്നു, എന്നിട്ട് ആ ട്രാക്കിൽ നിന്ന് ഓടി നേരെ വേറെ ട്രാക്കിലേക്കൊന്നും കയറരുത്, നേരെ ഫിനിഷ് ചെയ്യുക, ആ രീതിയിലുള്ളൊരു സ്പോർട്സ് ഒന്നല്ല ഇവിടെ നടക്കുന്നത്. ബന്ധങ്ങൾ തന്നെയല്ലേ എപ്പോഴും ഇതിന്റെ അടിസ്ഥാനം. ഒന്നാമത് ഇങ്ങനത്തെ ഷോയിൽ മറ്റുള്ള ഒരു എന്റർടൈൻമെന്റും ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ബന്ധങ്ങൾ തന്നെയാണ് വളരുന്നത്. ആ സ്ഥലത്ത് നമ്മൾ പറഞ്ഞ പോലെ അവർ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവർ പല സാധനങ്ങളും കളിക്കുമ്പോൾ അത് ആ അടുത്ത ആഴ്ച വരുന്നു, അത് അവിടെ പൊളിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിവിടെ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, അതൊക്കെ എന്തൊരു മണ്ടത്തരം ഈ പറയുന്നു. അതായത് ഫസ്റ്റ് വന്ന പ്രൊമോയ്ക്ക് ശേഷമുള്ള പല പ്രൊമോസും വെറുതെ, അതായത് പ്രേക്ഷകരോ അല്ലെങ്കിൽ റിവ്യൂവേഴ്സോ പറയുന്ന ചില സാധനങ്ങൾ എടുത്തിട്ട് അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൊമോ ഇറക്കിയത് പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് വേറെ സത്യം പറയട്ടെ, ഈ പറച്ചിലൊക്കെ പറയുകയും ചെയ്യും, പ്രൊമോയിലുണ്ടാവുള്ളൂ. ബിഗ് ബോസ് തുടങ്ങുക കണ്ടോ നിങ്ങള്, അതാണ് ഇതിന്റെ പഴയ രീതിയിൽ തന്നെ വരും, ഒരു മാറ്റം ഉണ്ടാവില്ല, പ്രതീക്ഷ വെറുതെ വെക്കുന്നതാണ്. അത് ഇവരുടെ ഈ പ്രൊമോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനത്തെ സാധനം ഇറക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഇത് പോയി. കാരണം ഫസ്റ്റ് വന്ന പ്രൊമോ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത്ര കാര്യങ്ങളാണ് അവർ പിടിക്കാൻ പോകുന്നത്. അത് നമുക്ക് പിടിക്കാം. ഇപ്പോൾ ഇന്ന സാധനം ഒരു ബന്ധത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് ഒരു വഴിയിലേക്ക് തിരിച്ചു വിടാനൊക്കെ പറ്റും. പക്ഷെ അത് ഇല്ലാതാക്കാൻ എങ്ങനെ കഴിയും? ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ നല്ല കിടിലം ഫ്രണ്ട്ഷിപ്പുകൾ ഇതിന് മുന്നേ ഉള്ള ബിഗ് ബോസുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, അതൊന്ന് ആലോചിച്ചാൽ പോരെ. അതൊക്കെ ഇല്ലെങ്കിൽ ആ ബിഗ് ബോസിന്റെ അവസ്ഥ, അത് ഹിറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ വളരെ മോശമായതുകൊണ്ട് ആ മോശം വെച്ചിട്ട് ഇത് പാടില്ല, ഇത് ഭയങ്കര എന്താണ് ഇതിനുള്ള പണി, അതായത് ഏത് രീതിയിലാണ് അവരെ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കണ്ടറിയാം, വരട്ടെ, പ്രതീക്ഷ പോയിട്ടുണ്ട്. അതെ, എന്തായാലും നമ്മൾ ഒരു 13 പേരുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺഫേം ആയിട്ടുള്ള 13 കണ്ടസ്റ്റൻസുകൾ. ഇനി ബാക്കിയുള്ള കുറച്ച് പേരും കൂടി ഉണ്ട്, അത് പറയാൻ പോവാണ്. ഓക്കെ, ഓക്കെ. ശൈത്യ സന്തോഷ്, ആളെ മനസ്സിലായി കാണുമല്ലോ. അമ്മയും മകളും ഫെയിമായിരുന്നു. അതെ, ഭയങ്കര വിവാദമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർക്ക് കൊടുത്ത അവാർഡ് അവർ നിരസിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ്. ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അതിനുശേഷം ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ട് കരഞ്ഞ് മെഴുകി ആകെ
അവസ്ഥയിലാക്കിയതാണ്. എന്താണെങ്കിലും പറ്റും, ബിഗ് ബോസിന് പറ്റും. ബിഗ് ബോസിൽ ഏതൊക്കെ അവാർഡുകൾ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അതെ. മറ്റൊരാള് അഭിശ്രീയാണ്, ആക്ടറാണ് കേട്ടോ. ആക്ടറാണ്. അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. നല്ല ഫോളോവേഴ്സാ. അതെ. ആളാണെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും. ആ അഭിശ്രീ തന്നെയാണ് ഈ അഭിശ്രീ എങ്കിൽ. അതെ, സത്യം, അതൊരു സത്യം. അതെ. എന്താണെങ്കിലും അടുത്തത് ആര്യൻ കുതറിയ. ആളെ പിന്നെ ഞങ്ങൾക്ക് ആക്ടറാണ്. അതെ, അതായത് വടക്കൻ എന്ന സിനിമയിലെ ശംഭു എന്ന ക്യാരക്ടർ ചെയ്ത ആളാണ്, നടനാണ്. പിന്നെ ചില റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മലയാളത്തിലല്ല. ആളൊരു കണ്ടിട്ട് ആളൊരു പുലിയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസിൽ വരുമ്പോ ബാക്കി ഏത് രീതിയിലാണോ, പൂച്ചയാണോ പുലിയാണോ എന്നൊക്കെ അറിയാം. അതെ അതെ. എന്താണെങ്കിലും അടുത്തത് ദീപക് മോഹൻ. ആളറിയില്ലേ? സ്റ്റാൻഡപ്പ് കോമഡിയൻ ആണ്. അതെ. വിത്ത് ഭയങ്കര വിറ്റായിരുന്നു. നല്ല ഒരു പോക്ക് പോയിട്ട് വന്നതാണ്. എയറിന്റെ അങ്ങേ തലയിൽ പോയിട്ട് വന്നതാണ്. സത്യം. അതായത് 4 പേര് ഒരുമിച്ച് നിന്നിട്ട് ഈ സർക്കാസത്തിന്റെ വേറെ രൂപം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച സംഭവമായിരുന്നു. അത് ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു. എന്താണെങ്കിലും ആളുണ്ടെന്നാണ് കേൾക്കുന്നത്. അടുത്തത് 2 കോമണേഴ്സ് ആണ് കേട്ടോ വരാനുള്ളത്. അതെ. ഒന്ന് അനീഷ്, അറിഞ്ഞൂടാ ആരാണെന്ന്. ഇത് തന്നെ ആണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ, പേര് കേട്ടതാണ്. അതെ. പിന്നെ മറ്റൊരു പേര് പറയുന്നത് ജിസിൽ എന്ന് പറയുന്ന ഒരു ഫീമെയിൽ കോമണറും ഉണ്ടെന്നാണ്. അതായത് 2 പേരും, ഒരാള് ഒരു മെയിലും ഒരു ഫീമെയിലും. അതെ. ഓക്കെ. അപ്പോൾ ചെറുതായിട്ട് പരിഗണിച്ചു. അത് പറഞ്ഞത് എന്തായാലും ആദ്യമായിട്ടാണ് ഒരു മെയിൽ കോമണർ വരാൻ പോണത്. അതെ. അനീഷ് തകർക്ക് ഞെട്ടിക്ക്. കോമണർ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതെ, കാണിച്ചു കൊടുക്കണം. അതാണ് പവർ എന്താന്ന് കാണിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും നാളത്തേക്കുള്ള ഇൻട്രോ സോങ് ഷൂട്ട് കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ചിലരുടേത്. അനുമോളത് കഴിഞ്ഞു. അഭിശ്രീ, ശൈത്യ സന്തോഷിന്റെ കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അപ്പാനി ശരത്തിന്റെ കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഇനി കഴിഞ്ഞവരുടെ പിന്നെ പറയാം. അതെ, ഇതുവരെ ഇത്രേ അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്. അതായത് ഞങ്ങൾ ഇന്നലെ പ്രഡിക്ഷൻ അല്ലാതെ, അത് പ്രഡിക്ഷൻ എന്ന് പറയാം, കാരണം ഇതുവരെ അത് കൺഫേം ആയിട്ടില്ലല്ലോ, പുറത്ത് വരുമ്പോഴാണല്ലോ. അത് 7 മണിക്ക്, നാളെ 7 മണിക്കാണ് ഇത് പുറത്ത് വരിക. അറിയാൻ പറ്റും. അതിന് മുൻപ് വരെ അതൊക്കെ പ്രഡിക്ഷൻ തന്നെയാണ്, കൺഫേം പറഞ്ഞാലും. അതെ അതെ, പറഞ്ഞതും പ്രഡിക്ഷൻ തന്നെയാണ്. ഇപ്പൊ ഈ വരുന്നത് ഏകദേശം ഒക്കെ ഒരു ഇതുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് അതിന്റെ ചെയ്യുന്നത്. പിന്നെ എന്താണെങ്കിലും ഷോ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാവും. ഷോ എങ്ങനെയുണ്ടെന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. നന്നായിരിക്കണേ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.